ദി ഹങ്കർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ ഫോണിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിൻഡോസ് ലാപ്ടോപ്പിലേക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ്. ടൈപ്പ് സി പോർട്ട് ഇല്ലാത്ത ലാപ്ടോപ്പിലേക്ക് നമ്മളിത് ഐഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ടൈപ്പ് എ ടു ടൈപ്പ് സി അഡാപ്റ്റർ വാങ്ങിക്കണം. ഇതാണ് ടൈപ്പ് എ ടു ടൈപ്പ് സി അഡാപ്റ്റർ. അപ്പോൾ ഈ കാണുന്ന ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അതാണ് ടൈപ്പ് സി. ഈ ഭാഗമാണ് ടൈപ്പ് എ. ഇനി നമ്മൾ ഐഫോണിൻ്റെ ചാർജർ എടുക്കുക. അപ്പോൾ ആ ചാർജറിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ടൈപ്പ് സി ആണല്ലോ. അപ്പോൾ നമ്മളത് ഡിസ്കണക്ട് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഈ ടൈപ്പ് എ ടു ടൈപ്പ് സി കൺവേർട്ടറിലെ ഒരു എൻഡിൽ ടൈപ്പ് സി ആണുള്ളത്, അതിൽ കണക്ട് ചെയ്യാം. നമ്മൾ ഈ ചാർജർ ടൈപ്പ് സിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് നോർമലി ടൈപ്പ് എ പോർട്ടുള്ള ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാണ്. അപ്പം നമ്മളത് പ്ലഗ് ഇൻ ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആക്കുക. അതിൽ DCIM ഓപ്പൺ ആക്കുക. അപ്പോൾ അവിടെ 100 ആപ്പിളും 101 ആപ്പിളും ഉണ്ടാവും. 100 ആപ്പിൾ എന്ന് പറയുന്നത് ഐഫോണിൻ്റെ സ്റ്റോറേജാണ്. 101 ആപ്പിൾ എന്ന് പറയുന്നത് ഐഫോണിൻ്റെ ഐക്ലൗഡിൻ്റെ സ്റ്റോറേജാണ്. സാധാരണയായിട്ട് ഐക്ലൗഡ് 5 GB ആണ് സ്പേസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് 100 ആപ്പിൾ എന്ന് പറയുന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലുള്ള ഒരു ഫയൽ, ഇപ്പോൾ ഈ ഫയലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു ഫോൾഡർ തുറന്നിട്ട് അതിലേക്ക് പേസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആ ഫയൽ പേസ്റ്റ് ആവും, പക്ഷേ അതിൻ്റെ സൈസ് എന്താ കാണിക്കുന്നത് 0 KB എന്നാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി നോക്കാം നമുക്ക്. കണ്ടോ, ഇവിടെ 0 bytes ആണ് ഇവിടെ കോപ്പി ആയിട്ടുള്ളത്. ഈ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഫയൽ ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പം നമ്മളിവിടെ ക്വിക്ക് ടൈം ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്നിട്ട് നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യണം ആദ്യം. അപ്പോൾ ഞാൻ 7-zip ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് .exe ഫയലുണ്ട്, അത് നമ്മൾ റൺ ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതാ .exe എന്ന് പറയുന്ന ഫയൽ നമ്മൾ റൺ ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ .msi എന്ന് പറയുന്ന ഫയലുണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് നമ്മുടെ ഐഫോണിൽ നിന്ന് ഒരു ഫയൽ കോപ്പി ചെയ്തിട്ട് ലാപ്ടോപ്പിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. .msi ഫയൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോൺ സ്റ്റോറേജിലേക്ക് 100 ആപ്പിൾ ഫോൾഡറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അതേ ഫയൽ എടുത്തിട്ട് അത് നമ്മൾ ഇനി കോപ്പി ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഫോൾഡറിൽ തന്നെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കോപ്പിയിങ് നടക്കുന്നത്. അതിന് ശേഷം നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. കണ്ടോ, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയാൽ അതിൻ്റെ സൈസ് കാണിക്കുന്നത് 39.6 MB ആണ്. അപ്പോൾ നമ്മുടെ ഫയൽ സക്സസ്ഫുള്ളി കോപ്പിഡ്.